CPM 24-ാം പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും. കേരള ഘടകത്തെ പ്രതിനിധീകരിച്ച് 8 പേർ ചർച്ചയിൽ പങ്കെടുക്കും. പുതിയ ജനറൽ സെക്രട്ടറി ആരാകണമെന്നത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ടത്തെ PB യോഗം ചർച്ച ചെയ്യും. MA ബേബിയുടെയും കിസാൻ സഭ ദേശീയ അധ്യക്ഷൻ അശോക് ധാവളെയുടെയും പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്. അത് വളരെ അവരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ടതുമാണ്. കേരളത്തിൽ നിന്ന് 8 പേർ പങ്കെടുക്കുന്നുണ്ട് ചർച്ചയിൽ. അതുപോലെ തന്നെ പ്രധാനമാണ് പുതിയ ജനറൽ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പും. എന്താണ് വിവരങ്ങൾ? നാലാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതിർന്ന PB അംഗമായ BV രാഘവലു അവതരിപ്പിച്ച കരട് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് പ്രധാനമായും ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടക്കുക. അത് രാവിലെ മുതൽ തന്നെ ആരംഭിക്കും. അതിന് ശേഷം വൈകിട്ട് PB ചേർന്ന് പുതിയ ജനറൽ സെക്രട്ടറി ആരുന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ നടത്തും എന്നതാണ് അറിയുന്നത്. പ്രധാനമായും 2 പേരുകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൽ ഒന്നാമത്തേത് PBയിലെ ഇനിയും പ്രായപരിധിയുടെ പേരിൽ മാറ്റങ്ങൾ വന്നതിന് ശേഷമുള്ള മുതിർന്ന അംഗം എന്ന നിലയിലുള്ള MA ബേബി, അതോടൊപ്പം തന്നെ BV രാഘവലു, അതോടൊപ്പം തന്നെ ആണ് അശോക് ധാവളെ. ഈ 3 പേരുകൾ ചർച്ചയിലുണ്ടെങ്കിലും രാഘവലുവിന് സാധ്യത വളരെ കുറവാണ് എന്നതാണ് അറിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഘടകത്തിൽ നിന്ന് പോലും പൂർണ്ണമായ ഒരു പിന്തുണ ഇല്ല എന്ന സൂചന ലഭിക്കുന്നു. എന്നാൽ ബംഗാൾ ഘടകമടക്കം അശോക് ധാവളയെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ കേരളം, തെലുങ്കാന, അതോടൊപ്പം തന്നെ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പിന്തുണ MA ബേബിക്കുണ്ട്. പിണറായി വിജയൻ്റെ പൂർണ്ണ ഒരു പിന്തുണ ഇല്ലെങ്കിൽ കൂടിയും ജനറൽ സെക്രട്ടറി ആവാനുള്ള ഒരു സാധ്യത തന്നെയാണ് MA ബേബിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 2 ഒഴിവുകളാണ് ഇപ്പം PK ശ്രീമതിയുടെയോ AK ബാലൻ്റെയും ഒഴിവുകളാണ് വന്നിട്ടുള്ളതെങ്കിൽ കൂടിയും അംഗത്വത്തിലുണ്ടായ വർധനവിൻ്റെ പേരിൽ ഒരാളെ കൂടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കും. അങ്ങനെ 3 പേരെ കേരളത്തിൽ നിന്നും പരിഗണിക്കുമ്പോൾ അത് ആരാകണമെന്ന ചർച്ചയും പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും TP രാമകൃഷ്ണൻ, LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ PBയിലേക്ക് ഒരു വനിതയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ TN സീമയുടെ പേരാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്നാൽ മേഴ്സിക്കുട്ടിയമ്മയാണ് ഏറ്റവും മുതിർന്ന അംഗമെങ്കിൽ പോലും പഴയ VS പക്ഷക്കാരി എന്ന നിലയിൽ പിണറായി വിജയനും പിണറായി അനുകൂലികൾക്കും എല്ലാം ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായി മേഴ്സിക്കുട്ടിയമ്മ തഴയപ്പെടാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സൈനബയുടെ പേരും പരിഗണനയിലുണ്ട്. സൈനബയോ TN സീമയോ ആവും വനിത എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതിയതായി എത്തുക എന്നാണ് സൂചന. പുത്തലത്ത് ദിനേശൻ്റെ പേരും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പുത്തലത്ത് ദിനേശനെ ഒഴിവാക്കിക്കൊണ്ട് മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു പ്രത്യേക പരിഗണന പിണറായിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ അത്തരത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്നാൽ MP രാജേഷിനെ പോലുള്ള റിയാസിനേക്കാൾ സീനിയറായവർ ഇതുവരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. എന്തു തന്നെയായാലും പാർട്ടിക്കുള്ളിൽ ഇന്ന് കുലങ്കുഷമായ ചർച്ചകൾ തന്നെയാവും പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ചൊല്ലിയും അതോടൊപ്പം തന്നെ PB പാർട്ടി ജനറൽ സെക്രട്ടറിയെ ചൊല്ലിയും ഉണ്ടാവുക. നാളെ രാവിലെ കൂടി PB ചേർന്നുകൊണ്ട് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. കൃഷ്ണരാജ്.